ആലപ്പുഴ മാവേലിക്കരയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണ് 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. ഹരിപ്പാട് സ്വദേശി ബിനു, തൃക്കുന്നപ്പുഴ സ്വദേശി രാഘവ് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. പാലത്തിന്റേത് അശാസ്ത്രീയ നിർമ്മാണമെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. VS അനുരാഗാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുരാഗ്, ഏറെ ദാരുണമായിട്ടുള്ള സംഭവമായി പോയി. 2 തൊഴിലാളികളും അവരുടെ ജീവൻ നഷ്ടമായി എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? നാട്ടുകാർ ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? വൈകുന്നേരമാണ് അച്ചൻകോവിലാറിന് കുറുകെ ചെന്നിത്തല പഞ്ചായത്തിനെയും ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീണത്. 3 തൊഴിലാളികളായിരുന്നു വെള്ളത്തിലേക്ക് പതിച്ചത്. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2 പേരുടെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഹരിപ്പാട് സ്വദേശി ബിനു, തൃക്കുന്നപ്പുഴ സ്വദേശി രാഘവ് കാർത്തിക് എന്നിവരുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇപ്പം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മോർച്ചറിയിലാണ്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. തുടക്കം മുതൽ തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് മുതൽ നാട്ടുകാർ ഇതിൽ അശാസ്ത്രീയ നിർമ്മാണം ആരോപിക്കുന്നുണ്ടായിരുന്നു. ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് പരാതി നൽകേണ്ടവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. അതിനൊപ്പം ഈ പണി നടക്കുന്നതിനിടയിൽ ഈ ഒരു തൂണിന് തടി തട്ടി, അതായത് വെള്ളത്തിൽ ഒഴുകി വന്ന തടി തട്ടി അതിന് ഒരു തകർന്നിട്ടുണ്ടായിരുന്നു. ആ തകർന്ന ഭാഗം അറ്റകുറ്റപ്പണി നടത്താതെയാണ് ഇന്ന് കോൺക്രീറ്റിലേക്ക് കടന്നത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ അറ്റകുറ്റപ്പണി നടത്താതെ കോൺക്രീറ്റിലേക്ക് കടന്നതാണ് ഇത് തകർന്നു വീഴാൻ കാരണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും BJP അടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വല്യത്ത് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിന്റെ പണി നടത്തിക്കൊണ്ടിരുന്നത്. കമ്പനിക്കെതിരെ ഇപ്പോൾ എല്ലാവരും രംഗത്തെത്തിയിരിക്കുന്നു. കാരണം കൃത്യമായ ഒരു പരാതി ഇത് തകർന്നിട്ടുണ്ട് എന്ന കാര്യം തൊഴിലാളികളും നാട്ടുകാരും കമ്പനിയെ അറിയിച്ചിട്ടും അത് അറ്റകുറ്റപ്പണി നടത്താൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഇത് എന്താണ് തകർന്നു വീഴാൻ കാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. 2 പേരുടെ ജീവനാണ്, 2 തൊഴിലാളികളുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. എന്തായാലും അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. മറ്റൊരു കാര്യം, നേരത്തെ MLA U പ്രതിഭ അടക്കം പറഞ്ഞത് ഇപ്പോൾ ആരോപണത്തിനുള്ള സമയമല്ല എന്നുള്ളതാണ്. പക്ഷേ 2 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? അതിലേതെങ്കിലും തരത്തിലുള്ള അനാസ്ഥയുണ്ടോ? പ്രത്യേകിച്ചും നാട്ടുകാർ ആരോപിക്കുന്ന തരത്തിലുള്ള അനാസ്ഥയുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ ഇനി ഒരു അന്വേഷണം വേണ്ടതല്ലേ? തീർച്ചയായും ഇനി അതിൽ കൃത്യമായ അന്വേഷണം നടക്കും. കാരണം കമ്പനി കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിരുന്നോ എന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് പാലിക്കാതെയാണ് ഈ പരാതിയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇവർ അത് വകവയ്ക്കാതെയാണ് പണി നടത്തിയതെങ്കിൽ കൃത്യമായി അത് നിയമ നടപടിക്ക് മുന്നിൽ വരികയും ചെയ്യും. കാരണം 2 പേരുടെ ജീവൻ അവരുടെ അനാസ്ഥ കാരണം നഷ്ടമായിരിക്കുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അത് കൃത്യമായ നടപടി തന്നെ സ്വീകരിക്കേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു വലിയൊരു പാലം, അത് 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അച്ചൻകോവിലാറിന് കുറുകെയുള്ള വലിയ പാലമാണ്. അപ്പോൾ ഈ പാലത്തിന്റെ ഒരു തൂണ് അത് വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടും അതെന്തുകൊണ്ട് പരിഹരിക്കാതെ കോൺക്രീറ്റിലേക്ക് കടന്നു എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം ഈ നാട്ടുകാർ തന്നെ ആരോപിക്കുന്നുണ്ട് അവർക്ക് ഈ പാലം അവിടെ ആവശ്യമില്ല എന്നുള്ള കാര്യം നാട്ടുകാർ തന്നെ നമുക്ക് പ്രതികരണമായി തന്നിട്ടുണ്ട്. അത് അനാവശ്യമായാണ് ഒരു പാലം ഇത്തരത്തിൽ നിർമ്മിച്ചതെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു പാലം അവിടെ വന്നു എന്ന കാര്യമൊക്കെയും ചോദ്യചിഹ്നമായി ഉണ്ട്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിനൊപ്പം 2 പേരുടെ ജീവൻ ആരുടെയോ അനാസ്ഥ കൊണ്ട് നഷ്ടമായിരിക്കുകയാണ്. അത് ആരുടെയൊക്കെ ഒന്ന് കൃത്യമായ പരിശോധനയിലൂടെയും അന്വേഷണത്തിലൂടെയും കണ്ടെത്തേണ്ടതുണ്ട്. കൃത്യമായ നിയമ നടപടിക്ക് മുന്നിൽ അവർ എത്തേണ്ടതുണ്ട്. അത് തന്നെയാണ്. എന്തായാലും അതിൽ കൃത്യമായിട്ടുള്ള എന്താണ് ഈ ഒരു അപകടം സംഭവിക്കാനുള്ള കാരണം എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതിദാരുണമായിട്ടുള്ള സംഭവമായി പോയി. ആലപ്പുഴ മാവേലിക്കരയിലാണ് നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് വീണ് 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. 2 പേരുടെ ജീവനാണ് നഷ്ടമായത്. ആ വിവരങ്ങളാണ് VS അനുരാഗ് നൽകിയത്.